ചെറിയ കൂട്ടുകാരികളെ, നിങ്ങൾക്ക് ഇന്ന് മനോഹരമായ ഒരു കഥ പറയുന്നതായിരിക്കും. യേശുവിൻ്റെ അടുക്കൽ യേശു ഇങ്ങനെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 3 പേര് യേശുവിനെ കണ്ടുമുട്ടി. ഒരാൾ യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, കുറുനരികൾക്ക് വീടും ആകാശത്തിലെ പറവകൾക്കും കൂടുമുണ്ടെങ്കിലും മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ വ്യക്തിയെ പറഞ്ഞിട്ട് യേശുവിൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്തോ പറഞ്ഞ് യേശുവിനെ ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു ആ വ്യക്തി. അവിടെ യേശു പറഞ്ഞു, കുറുനരികൾക്ക് കൂടും ആകാശത്തിലെ പർവ്വതജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല എന്നിരിക്കുമ്പോൾ അടുത്ത ആൾ വന്നു, ഞാൻ നിന്നെ അനുഗമിക്കാം, മുൻപേ പോയി അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് ഒരു അവകാശം തരണമെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ വ്യക്തികളെ അടക്കട്ടെ, നീയോ ദൈവരാജ്യം പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ആരെ വിഷമിച്ച് ഈ വ്യക്തിയും കടന്നുപോയി. അടുത്ത വ്യക്തി വന്നു യേശുവിനോട്, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ഉടനെ എനിക്ക് ആദ്യം വീട്ടിലുള്ളവരോടെല്ലാം യാത്ര ചോദിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ആ വ്യക്തി യേശുവിനെ നോക്കി പറയുക, ഞാൻ നിന്നെ അനുഗമിക്കാം, എനിക്ക് വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറയുവാൻ എന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതിന് ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് യേശു പറഞ്ഞു അവനോട്. ഇങ്ങനെ 3 പേര് യേശുവിനെ കാണാൻ പറ്റി. ഇതെവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂക്കോസ് 9 അധ്യായത്തിൽ ഈ കഥകൾ, ഈ ഒരു സ്റ്റോറി ഉണ്ട്. അത് നിങ്ങൾ വായിക്കാൻ സാധിക്കും. 57 മുതൽ 62 വരെ. ലൂക്കോസ് 9 chapter 56 to 62. ഓക്കെ, നിങ്ങൾ വായിച്ച് പഠിക്കുക. യേശുവിനോടും തർക്കിക്കാൻ ചെന്നാൽ യേശു ദൈവമാണ്. അപ്പോൾ യേശു അങ്ങനെ സ്നേഹമായിട്ടും സമയമായിട്ടും ആൻസർ കൊടുത്തു ആ വ്യക്തിക്ക്. ആദ്യം പറഞ്ഞു, കുഴിച്ചിടണം, എൻ്റെ പിതാവിനെ കുഴിച്ചിടണം, എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്ന് പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും എൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അതായത് നമ്മൾ മിനിസ്ട്രിക്ക് വേണ്ടി കൈ കൊടുത്തെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾക്ക് പല പ്രയാസങ്ങൾ കാണും. ഞങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീ ദൈവരാജ്യം പ്രസംഗിക്കാമെന്ന യേശു പറഞ്ഞത്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലും കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഈ നല്ല ദിവസങ്ങളിൽ, ഈ മോണ്ടി തേഴ്സ്ഡേ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ വരുന്നു. ഇതിലെല്ലാം യേശുവിൻ്റെ കരം നമ്മളോട് പ്രവർത്തിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ആമീൻ, ആമീൻ, ആമീൻ.